സംസ്ഥാനത്ത് ഇറച്ചി വ്യാപാര മേഖല വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഇതിൻ്റെ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിരുന്നു. ഇന്നിപ്പോൾ ഇതാ കോട്ടയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇറച്ചി വ്യാപാര കടകൾ അടച്ചിടുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ഇല്ലിക്കലാണ്. ഇല്ലിക്കലിലെ ഒരു കടയുടെ മുമ്പിലാണ് ഉള്ളത്. ഇവർ 8-ാം തീയതി മുതൽ ഈ മാസം 15-ാം തീയതി വരെയാണ് ഈ ഒരു കടകൾ അടച്ചിടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇറച്ചികൾ കേരളത്തിലേക്ക് നല്ല ഇറച്ചികൾ ലഭിക്കാത്തതും അതുപോലെ തന്നെ വലിയ തുക കൊടുത്ത് ഇത് വാങ്ങേണ്ടി വരുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോൾ കടയുടമകൾക്കുൾപ്പെടെ ഉള്ളത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലാണ് കടക്കാർ ഉൾപ്പെടെ ഉള്ളത്. എന്തായാലും കോട്ടയം ജില്ലയിൽ എത്രത്തോളം ഈ ഒരു പ്രതിഷേധം ബാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു കടയടപ്പ് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ആഴ്ച ശനി ഞായറും ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഈ കന്നുകാലികൾ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് എത്തുന്നില്ല. ഇത് മെഡിക്കൽ ഫിറ്റ്നസ് ഇതിന് കൊടുക്കണം, അങ്ങനെയാണ് ഈ കന്നുകാലികൾ ഇവിടെ വരുന്നത്. അപ്പം അങ്ങനെ ആരോഗ്യപരമായുള്ള കന്നുകാലികൾ അവിടുന്ന് ഗതാഗത തടസ്സമാണിത്. അവിടുന്ന് ഈ സാധനം ഇങ്ങോട്ട് എത്തുന്നില്ല. അതിന് പല നിയമവശങ്ങളാണ് പറയുന്നത്. അപ്പം അങ്ങനെ വന്നപ്പം ഈ പെരുന്നാളിന് മുമ്പ് തന്നെ ഇതിന് ഭയങ്കര അമിതമായ വിലയാണ്. അപ്പം ഒരു ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കിയത്. കാരണം ഇവിടെ പെരുന്നാളാണ്, ഇതിന് ആവശ്യകത കൂടുതലാണ്. അങ്ങനെ വരുമ്പം നമ്മുടെ പൊതുസമൂഹത്തിന് ഇത് വേണം. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇത് കൊണ്ടുപോകും. പക്ഷെ പെരുന്നാളിന് ശേഷവും ഇതേ അവസ്ഥ, ഇതിലും രൂക്ഷമായി അവിടെ ഗതാഗതം ഇത് കൊണ്ടുവരുന്ന വണ്ടികൾ തടയുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഒരു ദിവസം ഞങ്ങൾ കട മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 10,000 രൂപയ്ക്ക് മുകളിൽ നഷ്ടമാണ്. അങ്ങനെ വന്നപ്പം ഞങ്ങൾ കോട്ടയം വെസ്റ്റ് മേഖല, കഴിഞ്ഞ ആഴ്ച ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ അടച്ചിട്ടു. അപ്പം കോട്ടയത്തെ വ്യാപാരികളെല്ലാവരും കൂടി വെസ്റ്റ് മേഖലയിലെ വ്യാപാരികളെല്ലാം കൂടി ഇന്നലെ തൊട്ട് അടുത്ത തിങ്കളാഴ്ച വരെ ഞങ്ങൾ അടച്ചിടുന്നത് തീരുമാനിച്ചു. തുടർന്ന് കോട്ടയം ജില്ല മൊത്തവും ഈ വ്യാഴാഴ്ച മുതൽ അടുത്ത വ്യാഴാഴ്ച വരെ അടച്ചിടുന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ തന്നെ തകർക്കുന്ന ഇതിപ്പം ഈ മേഖലയിൽ വേറൊരു ചൂഷണം കൂടിയും ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. നിലവാരം കുറഞ്ഞ ബീഫ്, അതായത് എക്സ്പോർട്ടിങ് ചെയ്യുന്ന ബീഫ് റിജക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അവർക്ക് ഇവർ പല ക്വാളിറ്റി പാരാമീറ്റേഴ്സ് പറയുന്നുണ്ട്. ആ പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യാത്ത ബീഫ് റിജക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അത് നമ്മുടെ കേരള സംസ്ഥാനത്തിലേക്ക് വ്യാപകമായി എത്തുന്നുണ്ട്. അതുപോലെ തന്നെ രോഗങ്ങളുള്ള കന്നുകാലികൾ, അത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ മെഡിക്കൽ ഫിറ്റ്നസ് കിട്ടാത്ത കന്നുകാലികളെ തന്നെയും പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ഇത് ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനം കേരള സംസ്ഥാനമാണ്. ആ ബീഫും ഇപ്പം നമ്മുടെ കേരളത്തിൽ സുലഭമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് അടച്ചിടുന്നത് ഈ ഇൻഡസ്ട്രി തകരാതിരിക്കാനാണ്. നമ്മളിപ്പം 360, 400, 420, 450, ഇപ്പോൾ 500 മാർക്കറ്റ് വിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളിങ്ങനെ വീണ്ടും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വില കൂടിക്കഴിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വില കൂട്ടുന്നതനുസരിച്ച് ഹോട്ടലുകളിലെ ബീഫ് ഫ്രൈക്ക് എന്നാ വില. നമ്മളിപ്പോൾ ഒരു 2 പൊറോട്ടയും ഒരു ബീഫ് ഫ്രൈ നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് ആലോചിച്ച്, ഇപ്പം ഏറ്റവും കൂടുതൽ ഗ്യാസിൻ്റെ വില വർധന, നമ്മളൊരു ഇൻഡസ്ട്രി, നമ്മൾ എല്ലാവരും പൊതുസമൂഹത്തെ എല്ലാവരും നമ്മൾ കണക്കാക്കിയാണ് നമ്മളിപ്പോൾ അടച്ചിടുന്നത്. നമ്മളിതിപ്പോൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും വില വർദ്ധിച്ചുകൊണ്ട് വരും. അങ്ങനെയാണ് നമ്മൾ അടച്ചിടാൻ തീരുമാനിച്ചത്. അപ്പം എല്ലാ മേഖലയിലും കേറ്ററിംഗ് മേഖല, അവർ ഒരു ബിരിയാണി പ്ലേറ്റിന് ഒരു നിശ്ചിത എമൗണ്ട് വെച്ചിട്ടായിരിക്കും അവർ ഓർഡർ എടുക്കുന്നത്. ഓർഡർ എടുത്ത് കഴിയുമ്പോൾ ഇവിടുന്ന് ബീഫിന് ഇത്ര വില അവർക്ക് നഷ്ടം വരും. ഹോട്ടലുകൾക്ക് 1 കിലോ ബീഫിൻ്റെ അകത്ത് ഇത്ര പ്ലേറ്റുകൾ കിട്ടണം. അപ്പം അവർക്ക് അത് വിൽക്കുന്നതിനൊരു ഇതുണ്ട്, കൊടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് ഒരു ഇതുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് കണക്കിലെടുത്താണ് ഞങ്ങൾ ഒരു ഇത് അടച്ചിടുന്നതായിട്ട് തീരുമാനിച്ചത്. നമ്മളിപ്പം കോട്ടയം വെസ്റ്റ് മേഖലയിൽ ഞങ്ങൾ ഈ കച്ചവടക്കാരെല്ലാം തീരുമാനിച്ചേക്കുന്നത് അടുത്ത തിങ്കളാഴ്ച വരെയാണെന്നാണ്. പക്ഷേ ഇപ്പം അസോസിയേഷൻ മുഖാന്തരം ഇത് തീരുമാനമെടുത്തേക്കുന്നത് അടുത്ത വ്യാഴാഴ്ച വരെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അവർ പറയുന്നത്. ഇപ്പം സാധനം 1 കിലോ നമ്മുടെ വീട്ടിലേക്ക് മേടിച്ച് കൊണ്ടുവരുന്നവരുടെ പ്രശ്നമല്ല ഇത് ഏറ്റവും കൂടുതൽ. ഇതിപ്പം കേറ്ററിംഗുകാർ, ഹോട്ടൽ മേഖല, അവരൊക്കെ സ്ഥിരം സാധനം എടുക്കുന്നതാണ്. അപ്പം നമ്മൾ റീറ്റെയിൽ മേഖല നമ്മൾ ഒരു ശരാശരി എത്ര കിലോ ഒരു ദിവസം വിൽക്കും? ശനി ഞായറും മാത്രമല്ലേ കൂടുതൽ വിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ബാക്കിയുള്ള ഇൻഡസ്ട്രി മൊത്തത്തിൽ നമ്മൾ ആലോചിച്ച് മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നത്.